السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. ഇന്ന് നമുക്ക് തർനീമത്തുൽ ലൈൽ തർനീമത്തുൽ ലൈൽ എന്നുള്ള പാഠമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു 2 പാഠം മുമ്പ് നമ്മൾ തർനീമത്തുൽ വലദി ഫി സ്വബാഹ്, രാവിലെ കുട്ടിയുടെ കീർത്തനം എന്നുള്ള പാഠം പഠിച്ചിരുന്നു. രാവിലെ കുട്ടി പാടുന്ന പാട്ട് അല്ലെങ്കിൽ അവൻ്റെ ഒരു കീർത്തനം എന്നൊരർത്ഥത്തിനൊക്കെ നമ്മളൊരു പാഠം പഠിച്ചിരുന്നു. അതുപോലെ അതിന് തുല്യമായൊരു പാഠാണ് തർനീമത്തുൽ ലൈലി എന്നുള്ളത്. രാത്രിയിലെ ഒരു കുട്ടിയുടെ കീർത്തനം എങ്ങനെയായിരിക്കും, എന്തായിരിക്കും ഒരു രാത്രി ഒരു കുട്ടി പാട്ട് പാടുക എന്നുള്ളൊരു ഭാഗമാണ്. വളരെ സിമ്പിളായ പാഠത്തിനേക്കാൾ ഒന്നും കൂടി സിമ്പിളായ വരികളാണ് ഇതിലുള്ളത് കേട്ടോ. അപ്പോൾ ഇതെന്താ ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ ഇന്നൽ ഫിറാഷൻ നായിമ ഫിഹി തനാമു ദായിമൻ എന്നുള്ളതാണ് ഒന്നാമത്തെ വരി. ഇവിടെ ഇന്നൽ ഫിറാഷൻ നായിമ എന്ന് പറഞ്ഞത് എന്താണ്? ഫിറാഷ് എന്ന് പറഞ്ഞാൽ വിരിപ്പ്. ഇന്നൽ ഫിറാഷൻ നായിമ, നല്ല മിനുസമുള്ളതും നല്ല മിനുസമുള്ളതുമാണ് ഇന്നൽ ഫിറാഷ, എന്ത് വിരിപ്പുകൾ, നല്ല മയമുള്ളതായ വിരിപ്പുകളാണ് എന്നർത്ഥം. വിരിപ്പുകൾ നല്ല മിനുസമുള്ള പിരിപ്പുകളാകുന്നത് ഫീഹി തനാമു ദായിമ, അതിലാണ് നീ ഉറങ്ങുന്നത് എപ്പോഴും. ഫീഹി, ആ വിരിപ്പിൽ, തനാമു, നീ ഉറങ്ങുന്നു, ദായിമൻ, എപ്പോഴും. അപ്പോൾ എല്ലാ ദിവസവും രാത്രിയിൽ നീ ഉറങ്ങുന്ന മിനുസമുള്ള വിരിപ്പാണത് എന്നർത്ഥം. ഇന്ന എന്നുള്ളതിൻ്റെ ഇസ്മാണ് ഫിറാഷ, അതിൻ്റെ തന്നെ സിഫത്ത് അഥവാ അതിന് വിശേഷണം പറയാൻ വന്നതാണ് നായിമ. അതിൻ്റെ ഖബർ ഫീഹി തനാമു ദായിമൻ എന്നുള്ളതാണ്. അപ്പോൾ മിനുസമുള്ള വിരിപ്പിലാണ് രാത്രിയിൽ ഉറങ്ങാറുള്ളത് എന്നതിൻ്റെ മൊത്തത്തിലുള്ള ആശയം. നം യാ ഹബീബി, എൻ്റെ സ്നേഹിത, എൻ്റെ ഇഷ്ടഭാജനമേ, എൻ്റെ സ്നേഹഭാജനമേ, നീ ഉറങ്ങുക. നാമൻ്റെ അമ്രാണ് നം, നീ ഉറങ്ങുക. യാ ഹബീബി, എൻ്റെ സ്നേഹിത, എൻ്റെ ഇഷ്ടഭാജനമേ, എൻ്റെ സ്നേഹപാത്രമേ, നീ ഉറങ്ങുക. ആമിനൻ, സുരക്ഷിതമായി നീ ഉറങ്ങുക. നം ആമിനൻ, നം ആമിന, നീ നല്ല സുരക്ഷിതമായിട്ട് നീ ഉറങ്ങുക. പിന്നെ പറയണേ റാഹൻ നഹാർ, റാഹ എന്ന് പറഞ്ഞാൽ പോവുക, മറയുക. വൈകുന്നേര സമയത്ത് പോകുന്നതിനേക്കാണ് റാഹ എന്ന് പറയാം. പരിശുദ്ധ ഖുർആനിലുണ്ടല്ലോ, പക്ഷികളെ പറ്റി പറയുന്നവർ രാവിലെ വയറൊട്ടിയവരായിട്ട് തഖുദു ഹിമാസൻ വ തറൂഹു ബിത്വാന, രാവിലെ അവർ കൂടുകളിൽ നിന്നും വയറൊട്ടിയവരായിട്ട് പോവുകയും അവർ തെറൂഹു, അവർ മടങ്ങി വരുന്നു, ബിഥാനൻ, വയറ് നിറഞ്ഞവരായിട്ട്. അള്ളാഹുവിൻ്റെ റിസ്കിനെ പറ്റി പറയുന്നിടത്താണ് അവിടെ റാഹ യറൂഹു അവിടെ ഉപയോഗിച്ചത്. അവിടെ വൈകുന്നേര സമയത്ത് വരിക, പോവുക എന്നൊക്കെ അർത്ഥത്തിനിക്കാണ്. അപ്പോൾ ഇത് റാഹൻ നഹാറു, പകൽ അത് പോയിരിക്കുന്നു. വൈകുന്നേരമായപ്പോൾ വൈകുന്നേര സമയത്ത് പോകുന്നതിനേക്കാണ് റാഹ എന്ന് ഉപയോഗിക്കുക. അപ്പോൾ റാഹൻ നഹാറു, പകൽ അത് പോയിരിക്കുന്നു. വഹ്തജബ, ഹജ്ബ് എന്നാറല്ലോ, ഹിജാബ് എന്ന് പറഞ്ഞാൽ മറ എന്നല്ലേ. അപ്പോൾ ഹിജാബിട എന്ന് പറയില്ല, അതാണ് മറ. അപ്പോൾ ഇഹ്തജബ, മറഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു. വഹ്തജബ മഅഹു, അതിൻ്റെ കൂടെ മറഞ്ഞിരിക്കുന്നു, മറഞ്ഞു പോയിരിക്കുന്നു, മാഞ്ഞു പോയിരിക്കുന്നു. എന്തെല്ലാം? അൽ അനാ വത്തഅബ്. അനാ എന്ന് പറഞ്ഞാൽ അനയനി അഥവാ വിഷമിക്കുക എന്നർത്ഥം. എന്നാൽ വിഷമങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം അർത്ഥം പറ്റും. എന്നാണ് വിഷമം എന്നാണ് ഏറ്റവും ബെറ്റർ അർത്ഥം. മനസ്സിൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങളെ, ആ വിഷമങ്ങളൊക്കെ അതിൻ്റെ കൂടെ മറഞ്ഞിരിക്കുന്നു. ആ പകലിൻ്റെ കൂടെ അത് മറയുകയും ചെയ്തിരിക്കുന്നു. വത്താബ്, അതുപോലെ തന്നെ ക്ഷീണവും. താബ് ക്ഷീണിക്കുക എന്നല്ലേ, തായിബ ക്ഷീണിക്കുക. അപ്പോൾ വത്താബ് ക്ഷീണവും വിഷമങ്ങളും ആ പകലിൻ്റെ കൂടെ മറഞ്ഞിരിക്കുന്നു. വല്ലൈലു ബിൽ അംനി ഇഖ്തറബ്, ഇഖ്തറബൽ ലൈലു ബിൽ അംനി എന്നാണ്. വല്ലൈലു, രാത്രിയാകുന്നത്, ബിൽ അംനി, നല്ല സുരക്ഷിതമായി, നല്ല സമാധാനത്തോടു കൂടി, ഇഖ്തറബ, അത് അടുത്തു വന്നിരിക്കുന്നു. അപ്പോൾ ഇഖ്തറബൽ ലൈലു, രാത്രി അടുത്തു വന്നിരിക്കുന്നു, ബിൽ അംനി, നല്ല സുരക്ഷിതമായി, നല്ല സമാധാനത്തോടു കൂടി രാത്രി അടുത്തു വന്നിരിക്കുന്നു. അതുകൊണ്ട് നം ആമിനൻ, നീ ഉറങ്ങുക, സുരക്ഷിതമായി നീ ഉറങ്ങുക. നം ആമിനൻ, സുരക്ഷിതനായി നീ ഉറങ്ങുക. ബാത്തത്ത് ആസാഫീറുൽ ഗറദ്, ബാത്തത്ത് രാത്രി സമയത്ത് നമ്മൾ കാനാസ്ബഹംസത്തിൽ ബാത്താത് പഠിച്ചില്ല, അതാണ് ബാത്തത്ത് ആസാഫീറുൽ ഗറദ്. ഗറദ് പറഞ്ഞാൽ മുഗരിദ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് പഠിച്ചല്ലോ, പാട്ട് പാടുക എന്നർത്ഥം, രാഗമീട്ടുക, അതാണ് എന്ത് ഗാരിദ എന്നുള്ളതിൽ നിന്നാണ്
ഓറത് എന്നുണ്ടായത് രാഗം മീട്ടുക, പാട്ട് പാടൽ എന്നർത്ഥം. പാട്ട് പാടലിൻ്റെ അസാഫിർ കുരുവികൾ രാത്രി സമയത്ത് രാപ്പാർത്തിരിക്കുന്നു. രാത്രി സമയത്ത് അവർ ബാത്തത്ത് രാത്രി സമയത്ത് രാപ്പാർത്തിരിക്കുന്നു. ബാത്ത പറഞ്ഞാൽ രാപ്പാർക്കുക, അസാഫീർ എന്ന് പറഞ്ഞാൽ കുരുവികൾ, ഉസ്ഫൂറിൻ്റെ ജമ്മാണ് അസാഫീർ. അപ്പോൾ അസാഫീർ കുരുവികൾ, അൽ ഖറദ് പാട്ട് പാടുന്ന പാട്ടിൻ്റെ കുരുവികൾ എന്ന് പറഞ്ഞാൽ ഈ നല്ല സുന്ദരമായി പാട്ട് പാടുന്ന കുരുവികളൊക്കെ രാപ്പാർത്തിരിക്കുന്നു. ഫി ഹിഫ്ളി മൗലാന സ്വമദ്, ഫി ഹിഫ്ളി സുരക്ഷിതത്വത്തിൽ അഥവാ സംരക്ഷണത്വത്തിൽ എന്നർത്ഥം. ഓക്കെ, മൗലാന ആരുടെ സംരക്ഷണം? നമ്മുടെ മൗലയായ, നമ്മളെ നിയന്ത്രിക്കുന്ന എന്നർത്ഥം. മൗല എന്ന് പറഞ്ഞാൽ യജമാനൻ എന്നർത്ഥം. മൗലാന നമ്മുടെ യജമാനനായ, യജമാനൻ അസ്വമദ് നിരാശ്രയനായ. കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സ്വമദ്. ആ സ്വമദിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിനിക്ക് ആരെയും ആവശ്യമില്ലല്ലോ, അതാണ് അള്ളാഹു ഏകനും, അവനിക്ക് ആരെയും ആവശ്യമില്ല. അത് നിരാശ്രയൻ എന്ന് പറയും. നിരാശ്രയനായ നമ്മുടെ യജമാനനായ റബ്ബിൻ്റെ സംരക്ഷണത്തിൽ കുരുവികൾ രാപ്പാർത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആ റബ്ബ് മൻ ലൈസ യഗ്ഫലു അൻ അഹദ്, മൻ ആ ഒരു റബ്ബ് ഒരുത്തൻ, അവൻ ലൈസ യഗ്ഫലു അവൻ അശ്രദ്ധമാവുകയില്ല, അൻ അഹദിൻ ഒന്നിനെ തൊട്ടും അല്ലെങ്കിൽ ഒരാളെ തൊട്ടും ഒരു വസ്തുവിനെ തൊട്ടും അശ്രദ്ധനാവാത്ത അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ ആ പാട്ട് പാടുന്ന കുരുവികൾ രാപ്പാർത്തിരിക്കുന്നു. നം കുട്ടി നീ ഉറങ്ങുക, നം നീ ഉറങ്ങുക, ഫി ഹിമാഹു. ഹിമ എന്ന് പറഞ്ഞാൽ ഹു എന്നുള്ളത് അവൻ്റെ എന്നർത്ഥം. അപ്പോൾ ഹിമ എന്നുള്ളതിൻ്റെ അർത്ഥം പറയാം. ഹിമ എന്ന് പറയുമ്പോൾ സംരക്ഷണം എന്നർത്ഥത്തിനേക്കാണ്. അതുപോലെ തന്നെ നമ്മൾ ഹിമ എന്ന് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത് ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ബൗണ്ടറി ഉണ്ടാവും, ആ ബൗണ്ടറിക്കുള്ള ഉള്ളിലുള്ള സ്ഥലങ്ങൾ അഥവാ ആ രാഷ്ട്രത്തിൻ്റെ കീഴിൽ സംരക്ഷിക്കുന്ന സ്ഥലങ്ങൾ അല്ലേ. അപ്പോൾ എന്താ പറയും, വേലയ്ക്ക് വെട്ടി സംരക്ഷിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനേക്കാണ് ഹിമ എന്ന് പറയാം. എന്താ പറയുക, രക്ഷാ കേന്ദ്രം അല്ലെങ്കിൽ സുരക്ഷിത കേന്ദ്രം, അതാണ്. ഫി ഹിമാഹു ആ റബ്ബിൻ്റെ സംരക്ഷണത്തിൽ നീ ഉറങ്ങുക, ആമിനൻ നീ സുരക്ഷിതമായി ഉറങ്ങുക. നം ആമിനൻ, എന്നിട്ട് പറയണേ നം ആമിനൻ നീ ഉറങ്ങുക, ആമിനൻ സുരക്ഷിതമായി നീ ഉറങ്ങുക. ഹത്ത സഹർ എന്ന് പറഞ്ഞാറില്ല അത്തായ സമയം, ആ രാവിലെ അത്തായ സമയം വരെ നീ സുരക്ഷിതമായി ഉറങ്ങുക. മിൻ കുല്ലി ലൈമിൻ ഔ ഖദർ എന്ന് പറഞ്ഞത്. മിൻ കുല്ലി ലൈമിൻ എല്ലാ അക്രമത്തിൽ നിന്നും. ലൈമ് ലാമ യലീമു എന്ന് പറഞ്ഞാൽ ആക്രമിക്കുക, വേദനിപ്പിക്കുക, പ്രയാസപ്പെടുത്തുക എന്നാണ്. മിൻ കുല്ലി ലൈമിൻ എല്ലാ അക്രമത്തിൽ നിന്നും സുരക്ഷിതനായി നീ രാവിലെ അത്തായ സമയം വരെ നീ ഉറങ്ങുക. ഔ ഖദർ എന്ന് പറഞ്ഞാൽ അൽമാ ഉൽ ഖദീർ എന്ന് പറയാറുണ്ടല്ലോ, കലങ്ങിയ വെള്ളം. അപ്പോൾ ഇതുപോലെ എന്താണ് അൽ ഖദർ, ഈ കലങ്ങിയ വിഷമങ്ങൾ എന്നുള്ള അർത്ഥത്തിനേക്ക്, അഥവാ ഈ എല്ലാ കലക്കത്തിൽ നിന്നും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, എല്ലാ എന്താ പറയുക വിഷമങ്ങളിൽ നിന്നും എന്നർത്ഥം. ഖദർ എന്ന് പറഞ്ഞാൽ കലങ്ങിയ എന്നൊക്കെ യഥാർത്ഥ അർത്ഥം. അപ്പോൾ നമ്മൾ കവിത ആകുമ്പോൾ മിൻ കുല്ലി ലൈമിൻ എല്ലാ അക്രമത്തിൽ നിന്നും, ഔ ഖദർ എല്ലാ കലക്കത്തിൽ നിന്നും, കലക്കെന്ന് മനസ്സിലായല്ലോ, കലർപ്പ്, ആ കലർപ്പിൽ നിന്നൊക്കെ സുരക്ഷിതനായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ നീ ഉറങ്ങുക. നം നീ ഉറങ്ങുക. ഫി ഹിമ ബാരിൽ ബഷർ. ബാരി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? സൃഷ്ടാവ്, സൃഷ്ടിക്കുക എന്നർത്ഥം. ബറ സൃഷ്ടിക്കുക. അപ്പോൾ അതിൻ്റെ ഫായിലാണ് ബാരി, സൃഷ്ടിക്കുന്നവൻ. അൽ ബഷർ ആര് സൃഷ്ടിക്കുന്നവൻ? അൽ ബഷർ മനുഷ്യരെ സൃഷ്ടിച്ച റബ്ബിൻ്റെ ഹിമ സംരക്ഷണ കേന്ദ്രത്തിലെ സുരക്ഷിത വലയത്തിൽ നീ ഉറങ്ങുക. ഫി ഹിമ എന്ന് പറഞ്ഞല്ലോ സുരക്ഷിത വലയം, സംരക്ഷണ കേന്ദ്രം എന്നൊക്കെ അർത്ഥം. ആ സുരക്ഷിത വലയത്തിൽ നീ ഉറങ്ങുക. നം ഫി ഹിമാഹു അവൻ്റെ സംരക്ഷണത്തിൽ നീ ഉറങ്ങുക. ആമിനൻ സുരക്ഷിതനായി നീ ഉറങ്ങുക എന്നാണ് പറയുന്നത് കേട്ടോ. നം ഫി ഹിമാഹു ആമിനൻ. ഹിമ എന്ന് പറഞ്ഞല്ലോ സംരക്ഷണ കേന്ദ്രം, സുരക്ഷിത വലയം എന്നൊക്കെ അർത്ഥം കേട്ടോ. ഹിമാന സംരക്ഷിത സ്ഥലം അല്ലെങ്കിൽ സുരക്ഷിത കേന്ദ്രം എന്നൊക്കെ അർത്ഥത്തിനിക്ക്. അപ്പം നല്ല സംരക്ഷണമുള്ള പ്രദേശം എന്നർത്ഥത്തിനിക്കാണ് എന്ത് പറയുക, ഹിമ എന്ന് പറയാം. അപ്പം നം ഫി ഹിമ ബാരിൽ ബഷർ ഉദ്ദേശിച്ചാണ് അള്ളാഹു. അപ്പോൾ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ നീ ഉറങ്ങുക. നം ഫി ഹിമാഹു അവൻ്റെ സംരക്ഷണത്തിൽ നീ ഉറങ്ങുക. ആമിനൻ സുരക്ഷിതമായിട്ട്. അപ്പോൾ ഇതിലെ പദങ്ങൾ ശ്രദ്ധിക്കട്ടോ. ഹിമ എന്ന് പറഞ്ഞാൽ സംരക്ഷിത സ്ഥലം, സുരക്ഷിത കേന്ദ്രം, സുരക്ഷിത വലയം എന്നൊക്കെ അർത്ഥത്തിനിക്കാണ്.
പിന്നെ ലൊയ്മ് എന്ന് പറഞ്ഞാൽ അക്രമം. ഓക്കെ. ഖദർ എന്ന് പറഞ്ഞാൽ കലർപ്പ്. ആമിൻ എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ. ഓഫല എന്ന് പറഞ്ഞാൽ അശ്രദ്ധനാവുക. പിന്നെ അതുപോലെ തന്നെ ഹിഫ്ള് പറഞ്ഞാൽ സുരക്ഷിതത്വം, സംരക്ഷണം എന്നൊക്കെ അർത്ഥം. മൗലാന പറഞ്ഞാൽ നമ്മുടെ യജമാനൻ. അസ്വമദ് നിരാശ്രയൻ, ഒരാളെയും ആവശ്യമില്ലാത്ത ആൾ എന്നർത്ഥം. അൽ ഖറദ് എന്ന് പറഞ്ഞാൽ പാട്ട്. അപ്പോൾ അസാഫീർ അൽ ഖറദ് എന്ന് പറഞ്ഞാൽ പാട്ടിൻ്റെ കുരുവികൾ. ബാത്തത്ത് രാപ്പാർത്തിരിക്കുന്നു. പിന്നെ ബിൽ അംന സുരക്ഷിതത്വം അല്ലെങ്കിൽ സമാധാനം എന്നൊക്കെ അർത്ഥത്തിലേക്ക്. പിന്നെ അതുപോലെ തന്നെ അനാ എന്ന് പറഞ്ഞാലും താബ് എന്ന് പറഞ്ഞാലൊക്കെ എന്താണ്, ക്ഷീണം എന്ന അർത്ഥത്തിനിക്കാണ്. ഓക്കെ. അനാ എന്ന് പറഞ്ഞാൽ വിഷമം, ക്ഷീണം, ദുഃഖം എന്നൊക്കെ അർത്ഥത്തിനിക്ക്. പിന്നെ അതുപോലെ തന്നെ അന്നാഴിം എന്ന് പറയാം അയിനാണ് കേട്ടോ. അംസാണെങ്കിൽ എന്താ ഉറങ്ങുന്നവെന്നാണ്. എന്നാൽ അത് അയിനാകുമ്പോഴോ അല്ലയ്യൻ മൃദുലമായത്, നല്ല സോഫ്റ്റ് ആയത് എന്ന അർത്ഥത്തിനിക്കാണ് കേട്ടോ. ഫിറാഷിൻ്റെ ജമ്മ് ഫുറുഷ് എന്നാണ്. അപ്പോൾ ഈ പാഠം ശ്രദ്ധിക്കുക. പിന്നെ ഇതിലെ പദങ്ങളും നോക്കുക. ഫിറാഷിൻ ജമ്മ് ഫുറുഷ്. നായിം എന്ന് പറഞ്ഞാൽ ലയ്യിൻ മൃദുലമായത്, മിനുസമുള്ളത്. ഇഹ്തജബ എന്ന് പറഞ്ഞാൽ ഇഹ്തജബ ഇസ്തതറ പറഞ്ഞാൽ മറയുക എന്നാണ് കേട്ടോ. താബ് എന്ന് പറഞ്ഞാൽ ക്ഷീണം. ബാത്ത എന്ന് പറഞ്ഞാൽ അഖാമ ഫില്ലൈലി രാത്രിയിൽ താമസിക്കുക, രാത്രി പാർക്കുക. ഹിമ എന്ന് പറഞ്ഞാൽ സംരക്ഷിത സ്ഥലം, സുരക്ഷിത വലയം. ഓർദ് എന്ന് പറഞ്ഞാൽ നഷീദ. ലൈമ് എന്ന് പറഞ്ഞാൽ ലുൽമ് അക്രമം. ഖദർ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ, കലർപ്പുള്ളത് എന്നൊക്കെ അർത്ഥം. അതൻ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. ബാരി പറഞ്ഞാൽ ഖാലിഖ്. ഓക്കെ. എല്ലാ മിൻകുല്ലി ലൈമിൻ എല്ലാ അക്രമത്തിൽ നിന്നും, അതൻ എല്ലാ പ്രയാസത്തിൽ നിന്നും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പാഠം നല്ല ശ്രദ്ധിക്കുക. വർക്കുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.